ഈ പുറത്ത് ഏതാണ്ട് ഈ പകൽ താപനില ഏതാണ്ട് 36 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയിലാണ്. വലിയ കുടിവെള്ളക്ഷാമമുണ്ട്. ഈ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ നിന്നാണ്. അവിടെ പത്തനംതിട്ടയിൽ കുടിവെള്ളക്ഷാമം വ്യാപകമാണ്. പക്ഷേ പലയിടത്തും ജില്ലയുടെ പലയിടത്തും ഈ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ ഈ പൈപ്പ് പൊട്ടിയ പ്രശ്നം പരിഹരിക്കണമെന്ന് വാട്ടർ അതോറിറ്റിയോട് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർ. പക്ഷേ അവരുടെ പരാതി ആരും കേൾക്കുന്നില്ല. വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അര മിനിറ്റ് പോലും വേണ്ടി വന്നില്ല 5 ലിറ്ററിൻ്റെ ഈ ബക്കറ്റ് നിറയെ വെള്ളം ലഭിക്കാൻ. 1 മിനിറ്റിലപ്പോൾ 10 ലിറ്റർ വെള്ളമാണ് ഈ പൈപ്പ് വഴി പോകുന്നത്. 1 മണിക്കൂറിൽ 600 ലിറ്റർ വെള്ളവും. സാധാരണക്കാരൻ ഈ വേനൽക്കാലത്ത് വെള്ളത്തിന് വേണ്ടി നെട്ടേട്ടം ഓടുമ്പോഴാണ് ജല അതോറിറ്റിയുടെ പൈപ്പുകൾ വഴി ഇങ്ങനെ വെള്ളം വലിയ തോതിൽ നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ പാഴാകുന്ന ഈ വെള്ളം ഒരു വലിയ സംഭരണിയിൽ ശേഖരിച്ചിരുന്നുവെങ്കിൽ കുടിവെള്ളക്ഷാമമുള്ള ഏതെങ്കിലും പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് സുഖമായി ഉപയോഗിക്കാനുള്ള വെള്ളമായേനെ. ഒരു ചെറിയ ബോൾട്ട് മാറ്റുകയോ നട്ടുമുറുക്കുകയോ ഒക്കെ ചെയ്താൽ ഇങ്ങനെ കുടിവെള്ളം പാഴായി പോകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പ്ലംബർമാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാത്തതോടെ പൈപ്പ് ലൈനുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ പാഴാകുന്നത്. നേരിട്ടും അല്ലാതെയുമൊക്കെ പലതവണ പരാതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് മടുത്തുവെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പറമ്പ് ഞാൻ മേടിച്ചിട്ട് 10 വർഷമായി. 10 വർഷത്തിനകത്ത് ഞാനിത് പല പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ ഗൾഫിലുള്ള ആളാണ്. ഞാൻ ഈ വാട്ടർ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു, റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ എനിക്കറിയാം ഒരു 20 വർഷം മുമ്പ് ഈ വെള്ളം ലീക്കാകുന്നു. ഇതുവരെ ഓരോ ആക്ഷനും എടുത്തിട്ടില്ല. അവരൊന്ന് കുറച്ച് ദിവസം ഒരു ചാക്ക് അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴും വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. ഒത്തിരി വെള്ളം വേസ്റ്റ് ആകുന്നുണ്ട്. ഞാൻ പറമ്പിൻ്റെ ആ സൈഡെല്ലാം ഒലിച്ചു പോയി. നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്നെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. 4-5 പ്രാവശ്യം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. എൻ്റെ അനിയൻ അഡ്വക്കേറ്റാണ്, പുള്ളി മുഖാന്തരം കംപ്ലയിൻറ്റ് കൊടുത്തു. ഒരു രക്ഷയില്ല. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലടക്കം പൈപ്പ് ലൈനുകളിൽ പലയിടത്തും കാഴ്ചകൾ ഇതുതന്നെയാണ്. വാട്ടർ ഫൗണ്ടൻ പ്രവർത്തിക്കുന്നത് പോലെയാണ് ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. തിരുവല്ല ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഓരോ മുക്കിലും ഇത്തരം കാഴ്ചകൾ പതിവായി മാറിയിട്ടുണ്ട്. വലിയ തുക ബില്ലുകളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നു. പഞ്ചായത്തുകൾക്കാണെങ്കിലും വലിയ തുക ബില്ലുകൾ ലഭിക്കുന്ന സമയത്ത് ജലസംവിധാനത്തിൻ്റെ പൈപ്പുകളുടെ ശോചനീയാവസ്ഥ കാരണം അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തിലെ തകരാറ് കാരണം നിരവധി രീതികളിൽ ജലനഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. 3-4 മാസമായിട്ട് പോലും ഈ ജലനഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ജലം വലിയ അളവിൽ പാഴായി പോകുന്നു. വേനൽക്കാലത്ത് ദിവസവും ആയിരക്കണക്കിന് രൂപ കൊടുത്ത് സാധാരണക്കാർ കുടിവെള്ളം വാങ്ങുമ്പോഴാണ് കുടിവെള്ളം എത്തിച്ചു നൽകേണ്ടവർ വെള്ളം പാഴാക്കുന്നത്. മാസങ്ങളായി വെള്ളം എത്തുന്നില്ല എങ്കിലും പുതുക്കിയ വെള്ളക്കരം കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന സാധാരണക്കാരൻ്റെ മുന്നിലാണ് ഇങ്ങനെ വെള്ളം പാഴാക്കി കളയുന്നതെന്ന് ഉദ്യോഗസ്ഥർ ഓർത്താലെങ്കിലും നന്ന്. വാട്ടർ അതോറിറ്റി വെള്ളക്കരം കൂട്ടിയിട്ടും കുടിവെള്ളം പൈപ്പിലൂടെ കിട്ടാത്ത ആയിരങ്ങളുള്ള നാട്ടിലാണ് കുടിവെള്ളം ഇങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ തോട്ടിലേക്ക് ഒഴുകുന്നത്. നാട്ടുകാർക്ക് കിട്ടേണ്ട വെള്ളം ഇങ്ങനെ തോട്ടിലേക്ക് ഒഴുകിയിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇതൊന്നും കണ്ട ഭാവമേ ഇല്ല. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.